ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപധനാഭ്യർത്ഥനകൾക്കും ധനവിനിയോഗ ബില്ലിനും ലോക്സഭ ഇന്ന് അംഗീകാരം നൽകി. ധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി നൽകി. രാജ്യവികസനത്തിൽ ദിവ്യാംഗർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ പാചകവാതകം തടസ്സരഹിതമായി വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം 10 ലക്ഷത്തിൽ നിന്നും 14 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഉപധനാഭ്യർത്ഥനകൾക്കും ധനവിനിയോഗ ബില്ലിനും ലോക്സഭ ഇന്ന് അംഗീകാരം നൽകി. ധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകി. 2,81,000 രൂപയുടെ ഉപധനാഭ്യർത്ഥനകളാണ് പാർലമെന്റിന്റെ പരിഗണനയിൽ വന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. രാജ്യവികസനത്തിൽ ദിവ്യാംഗർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നടന്ന പർപ്പിൾ ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ദിവ്യാംഗർമാരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വേദിയാണ് ഫെസ്റ്റെന്നും സാഹിത്യം, കായികം, ശാസ്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ ദിവ്യാംഗർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെന്നും ശ്രീമതി മുർമു കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ചെറുകിട കർഷകർക്ക് സാമൂഹ്യ സുരക്ഷയുടെ പ്രധാന ഉറവിടമായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 9,32 ലക്ഷത്തിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,640 കോടി രൂപയാണ് ഇതിലൂടെ കൈമാറിയത്. ബോഡോ മേഖല വളർച്ചയുടെയും സ്ഥിരതയുടെയും പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചതായി കോക്രജാറിൽ നിരവധി വികസന പദ്ധതികൾ ഓൺലൈനായി തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. कोकराझार सहित इस पूरे क्षेत्र ने बीते दशकों में बहुत कुछ सहा, लेकिन आज ये तस्वीर बदल रही. आज बोडोलैंड शांति और विकास की राह पर चल पड़ा है. आज असम शांति और विकास का नया अध्याय लिख रहा है. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി അസമിലെത്തിയത്. സിൽച്ചാറിൽ 24,205 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. തുടർന്ന് പശ്ചിമബംഗാളിലെത്തുന്ന അദ്ദേഹം കൊൽക്കത്തയിൽ 18,680 കോടിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചരക്ക് ഗതാഗതവും ഇന്ധന നീക്കവും സംബന്ധിച്ച തൽസ്ഥിതി വിശദീകരിച്ചുകൊണ്ട് വിവിധ മന്ത്രാലയ പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. മേഖലയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരം കാണുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ ഇതുവരെ 900-ലേറെ ഫോൺ കോളുകളും 200ഓളം മെയിലുകളും ലഭിച്ചതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. We have established a MEA control room which is functioning at speed. This was established on 4th of March and till date we have received 900 phone calls and 200 emails. We've also observed that the number of queries, emails, telephone calls have progressively come down, which means that people are less concerned about their families in the Gulf region. Over and above, I would like to add that from Iran, we have had in the last few days, including today, 170 Indian nationals have crossed through the land border into Armenia. Several of them have come back to India and others would be coming back to India over the next few days. പെട്രോൾ, ഡീസൽ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. രാജ്യത്തെ എല്ലാ റിഫൈനറികളിലും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതായും അവർ പറഞ്ഞു. വാഹനങ്ങൾക്കുള്ള ആഭ്യന്തര PNG, CNG എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കും. LPG തടസ്സം കൂടാതെ വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് LPG ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. LPGയുടെ ആഭ്യന്തര ഉൽപാദനം 30% വർദ്ധിച്ചതായും ശ്രീമതി ശർമ്മ പറഞ്ഞു. ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ വിലക്കേർപ്പെടുത്തിയെന്ന വാർത്ത വ്യാജമെന്ന വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ പ്രസിഡന്റ് അനുമതി നിഷേധിച്ചുവെന്ന സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം തള്ളി. ഇറാനെതിരായ അമേരിക്കൻ, ഇസ്രായേൽ നടപടികളെ പിന്തുണച്ച് ADG മേജർ ജനറൽ CS മാൻ പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും PIBയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം 10 ലക്ഷത്തിൽ നിന്നും 14 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായതായി മന്ത്രി AK ശശീന്ദ്രൻ. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണം മൂലം മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം 4 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവരുന്നവർക്കുള്ള ധനസഹായം പരമാവധി 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ ഉറപ്പാക്കുന്ന ഏക സംസ്ഥാനം കേരളമെന്ന് മന്ത്രി GR അനിൽ. 7 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണ പൂർത്തീകരണ പ്രഖ്യാപനവും 65,000 മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 148 ആദിവാസി ഉന്നതികളിൽ സർക്കാർ ചിലവിൽ നേരിട്ട് ഭക്ഷ്യധാന്യം എത്തിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2024 നാടൻ കലാ പുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. 7 വിഭാഗങ്ങളിലായി 196 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. നാടൻ കലകളെയും നാടോടി വിജ്ഞാനത്തെയും നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് കേരള ഫോക്ലോർ അക്കാദമി വിവിധ ഫെലോഷിപ്പുകളും അവാർഡുകളും നൽകിവരുന്നത്. സംസ്ഥാനത്ത് അപൂർവ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷണം, ചികിത്സാ ഏകോപനം, ദീർഘകാല പരിചരണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ കെയർ എന്ന പേരിൽ പോർട്ടൽ ആരംഭിച്ചു. അപൂർവ രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും പൊതു ആരോഗ്യ സംവിധാനത്തിനുള്ളിൽ കൂടുതൽ പിന്തുണയ്ക്കുന്നതിനുള്ള നിർണായക മുന്നേറ്റമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 തുറക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി H. ശ്രീധർ. നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന ദീപം തെളിക്കും. നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. മീനം 1 മറ്റന്നാൾ രാവിലെ 5 നട തുറന്ന് നട അടയ്ക്കുന്നത് 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. തുടർന്ന് 10 നാൾ നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി 22 വൈകിട്ട് 5 വീണ്ടും നട തുറക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും നാളെ ഉച്ച മുതൽ തിങ്കളാഴ്ച രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ മുതൽ തിങ്കളാഴ്ച രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85% പോളിംഗ് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ലോകത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടപ്പാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഖേൽക്കർ. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. ISLൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപധനാഭ്യർത്ഥനകൾക്കും ധനവിനിയോഗ ബില്ലിനും ലോക്സഭ ഇന്ന് അംഗീകാരം നൽകി. ധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി നൽകി. രാജ്യവികസനത്തിൽ ദിവ്യാംഗർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ പാചകവാതകം തടസ്സരഹിതമായി വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം 10 ലക്ഷത്തിൽ നിന്നും 14 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.